When I did not feel like reading, I could look down through the banyan leaves at the world below, at grandmother hanging up or taking down the washing, at the cook quarrel with a fruit vendor, or at the grandfather grumbling at the hardy Indian marigolds, which insisted on springing up all over his very English garden. എനിക്ക് വായന ആസ്വാദകരമായി തോന്നാത്ത നിമിഷങ്ങളിൽ ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബാനിയൻ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ. ആൽമരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ ഞാൻ താഴേക്ക് നോക്കിയിരിക്കുമായിരുന്നു. അവിടെ ഗ്രാൻഡ്മദർ അലക്കിയ വസ്ത്രങ്ങൾ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്, അലക്കിയ വസ്ത്രങ്ങൾ തൂക്കിയിടുന്നതോ ഉണങ്ങിയ വസ്ത്രങ്ങൾ ശേഖരിക്കുന്നതോ കാണാമായിരുന്നു. At the cook quarrel with the fruit vendor, പഴക്കച്ചവടക്കാരനുമായി പാചകക്കാരൻ ക്വാറലിംഗ് വഴക്കടിക്കുന്നത് കാണാമായിരുന്നു. ചില സമയങ്ങളിൽ ഗ്രാൻഡ്ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ് മല്ലികപ്പൂക്കളോട് ഗ്രാൻഡ്ഫാദർ ഗ്രാൻഡ്ഫാദർ ഇങ്ങനെ മുരളുന്നത് കേൾക്കാമായിരുന്നു. ഹു ഇൻസിസ്റ്റഡ് സ്പ്രിങ്ങിങ് അപ്പ് ആൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. അദ്ദേഹം ആ പൂക്കളോട് നിർബന്ധിക്കുകയാണ് ആ പൂക്കളോട് ആ പൂന്തോട്ടത്തിൽ മുഴുവൻ വിരിഞ്ഞു നിൽക്കാനായി അവയെ നിർബന്ധിക്കുന്നത് കാണാമായിരുന്നു. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ് വൈൽ ഐ വാസ് ഇൻ ദ ബാനിയൻ ട്രീ. സാധാരണയായി വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ്, ഉദ്വേഗകരമായി ഒന്നും തന്നെ സംഭവിക്കാറില്ലായിരുന്നു. വൈൽ ഐ വാസ് ഇൻ ദ ബാനിയൻ ട്രീ, ഞാൻ ആൽമരത്തിൽ ഇരിക്കുമ്പോൾ സാധാരണയായി ഉദ്വേഗകരമായി തന്നെ ഒന്നും സംഭവിക്കാറില്ലായിരുന്നു. ബട്ട് ഓൺ വൺ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, പക്ഷേ ഒരു പ്രത്യേക ദിവസം, ആ ഒരു ദിവസം ആഫ്റ്റർനൂണിൽ ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. ആ വേനൽക്കാലം ഉടനീളം എന്നിലൊരു ഉദ്വേഗം തങ്ങി നിൽക്കുമാറ് ഒരു സംഭവം അവിടെയുണ്ടായി. That was the time I saw a mongoose and a cobra fight to death in the garden, while I sat directly above them in the banyan tree. ഒരു ദിവസം ആഫ്റ്റർനൂണിൽ ആൽമരത്തിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് I saw a mongoose and cobra fight to death in the garden. പൂന്തോട്ടത്തിൽ വെച്ച് ഒരു കീരിയും ഒരു മൂർഖൻ പാമ്പും തമ്മിൽ ഒരു പോരാട്ടം നടക്കുകയും പാമ്പ് ചത്തു വീഴുന്നതും ഞാൻ കണ്ടു. വൈൽ അറ്റ് എ ടൈം, ആ സമയം ഞാൻ അവർക്ക് നേരെ മുകളിലുള്ള ആൽമരത്തിൻ്റെ മുകളിൽ ഇരുന്ന് ഈ കാഴ്ചകൾ കാണുകയായിരുന്നു. നെക്സ്റ്റ് പേര ഏപ്രിൽ ആഫ്റ്റർനൂൺ. അത് ഏപ്രിൽ മാസത്തിലെ ഒരു ആഫ്റ്റർനൂണിലായിരുന്നു. The warm breezes of the approaching summer had sent everyone, including grandfather, indoors. The warm breezes of approaching summer. വേനൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വേനൽ അടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വാം ബ്രീസസ്, ചൂടുള്ള ഇളങ്കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻക്ലൂഡിങ് ഗ്രാൻഡ്ഫാദർ അടക്കം എല്ലാവരും വീടിനകത്ത് തന്നെയായിരുന്നു. ഐ വാസ് ഫീലിംഗ് ഡ്രോസി മൈസെൽഫ്. എനിക്കും ഫീലിംഗ് ഡ്രോസി, ഉറക്കം വന്നു തുടങ്ങിയിരുന്നു. ഐ വാസ് വണ്ടറിങ് if I should go to the pond behind the house for a swim. ഞാൻ വീടിന് പിറകുവശത്തുള്ള പോണ്ട്, കുളത്തിൽ പോയി ഒന്ന് നീന്തിയാലോ എന്ന് കരുതി. When I saw a huge black cobra gliding out of a clump of cactus. അപ്പോഴാണ് ഞാൻ അത് കണ്ടത്. A huge black cobra, ഒരു വലിയ മൂർഖൻ പാമ്പ്, ഗ്ലൈഡിങ്, അത് ഇഴഞ്ഞു വരികയാണ്. ഫ്രം ദ ക്ലംബ് ഓഫ് കാക്ടസ്, കള്ളിമുൾച്ചെടിയുടെ ഒരു ക്ലംബ്, ഒരു കൂട്ടം കള്ളിമുൾച്ചെടി ഉണ്ടായിരുന്നു. അതിനിടയിൽ നിന്ന് അത് ഇഴഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. ആ പൂന്തോട്ടത്തിലെ കൂളർ പാർട്ട്, നല്ല തണുപ്പുള്ള ഇടമായിരുന്നു അത്. അറ്റ് ദ സെയിം ടൈം എ മംഗൂസ് whom I had often seen. അതേസമയം തന്നെ എ മംഗൂസ്, ഒരു കീരിയെയും ഞാൻ കണ്ടു. whom I had often seen, അവനെ പലപ്പോഴും ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു.
who emerged from the bushes and sent straight for the cobra. Emerged from the bushes. കുറ്റിക്കാട്ടിൽ നിന്ന് എമേർജ്ഡ്, അവനും പുറത്തേക്കിറങ്ങി. വെൻറ്റ് സ്ട്രെയിറ്റ് ഫോർ ദ കോബ്ര. വെൻറ്റ് സ്ട്രെയിറ്റ്, നേരെ അവൻ ആ മൂർഖൻ പാമ്പിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ ഇൻ ബ്രൈറ്റ് സൺഷൈൻ ദേ കെയിം ഫേസ് ടു ഫേസ്. ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ. ബിനീത്ത് ദ ട്രീ, ആ മരത്തിൻ്റെ ബിനീത്ത്, ചുവട്ടിലുള്ള ക്ലിയറിംഗ്, ആ ഒഴിഞ്ഞ സ്ഥലത്ത്, ആ ബ്രൈറ്റ് സൺഷൈൻ, നല്ല വെയിലുള്ള ആ സമയത്ത് ദേ കെയിം ഫേസ് ടു ഫേസ്. അവർ രണ്ടുപേരും മുഖത്തോട് മുഖം വന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില വാക്കുകളുണ്ട്. അപ്രോച്ചിങ്, സമീപിക്കുക. ഡ്രൗസി, ക്ഷീണം തോന്നുക, ഉറക്കം തോന്നുക. ഗ്ലൈഡിംഗ്, ഇഴഞ്ഞു നീങ്ങുക, ഇഴയുക. ക്ലംബ് ഓഫ് കാക്ടസ്, കാക്ടസ്, കള്ളിമുൾച്ചെടി. എമേർജ്, പ്രവേശിക്കുക. ബിനീത്ത്, ചുവട്ടിൽ അല്ലെങ്കിൽ താഴെ. ഈ വാക്കുകളെല്ലാം പഠിച്ചു വെക്കേണ്ടവയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. കോബ്ര ന്യൂ ഓൺലി ടു വെൽ ദാറ്റ് ദ ഗ്രേ മംഗൂസ് 3 feet long was a super fighter, clever and aggressive. കോബ്രയ്ക്ക് നന്നായി അറിയാമായിരുന്നു, ദ 3 feet long, 3 അടി നീളമുള്ള ഈ മംഗൂസ്, ഈ കീരി, എ സൂപ്പർ ഫൈറ്റർ, നല്ല പോരാട്ട വീര്യമുള്ള, ക്ലവർ, കൗശലക്കാരനായ, അഗ്രസീവ്, ആക്രമണ സ്വഭാവമുള്ള ഒരുവനാണ് എന്ന് കോബ്രയ്ക്ക് നന്നായി അറിയാമായിരുന്നു. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. പക്ഷേ കോബ്രയും സ്കിൽഫുൾ, നല്ല കഴിവുള്ള, എക്സ്പീരിയൻസ്ഡ്, പരിചയസമ്പന്നനായ ഒരു ഫൈറ്റർ, ഒരു പോരാളി തന്നെയായിരുന്നു. He could move swiftly and strike with the speed of light, and the sacs behind his long, sharp fangs were full of deadly venom. He could move swiftly, അതിവേഗം അവന് സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശ വേഗതയിൽ അവന് കൊത്താൻ സാധിക്കുമായിരുന്നു. ദ സാക്ക് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ്, ആ വിഷപ്പല്ലുകൾക്ക് പിറകിലുള്ള സാക്ക്, ആ സഞ്ചിയിൽ ഫുൾ ഓഫ് ഡെഡ്ലി വെനം, നിറയെ മരണം വിതയ്ക്കുന്ന വെനം, വിഷം സംഭരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അവൻ. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻ. അത് ചാമ്പ്യന്മാരുടെ ഒരു ബാറ്റിൽ, യുദ്ധം തന്നെയായിരുന്നു. ഹിസ്സിംഗ് ഡെഫിയൻസ്, ഹിസ് ഫോർക്ക്ഡ് ടങ് darting in and out, the cobra raised 3 of his 6 feet off the ground and spread his broad spectacled hood. Hissing defiance, hissing ചീറ്റിക്കൊണ്ട്, ഡെഫിയൻസ് പോർവിളിയോടെ, വെല്ലുവിളിയോടെ ചീറ്റിക്കൊണ്ട്, his forked tongue darting in and out, forked tongue, രണ്ടായി പിരിഞ്ഞിരിക്കുന്ന അവൻ്റെ നാക്ക്, ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്, ഡാർട്ടിങ് കുതിക്കുക എന്ന, അത് അകത്തേക്കും പുറത്തേക്കും നീട്ടിക്കൊണ്ട്. കോബ്ര റൈസ്ഡ്, പാമ്പങ്ങനെ, മൂർഖൻ പാമ്പങ്ങനെ റൈസ്ഡ്, ഉയർന്നു നിന്നു. 3 of his 6 feet of the ground, 6 അടി നീളമുള്ള ആ പാമ്പ് നിലത്ത് നിന്ന് 3 അടിയോളം ഇങ്ങനെ ഉയർന്നു നിന്ന് വെല്ലുവിളിയോടുകൂടി നിന്നു. ആൻഡ് സ്പ്രെഡ് ഹിസ് ബ്രോഡ് സ്പെക്ടക്കിൾഡ് ഹുഡ്, ഹുഡ് എന്ന് പറയുന്ന ഫണം, പാമ്പിൻ്റെ പത്തിയാണ്. സ്പ്രെഡ്, അത് വിടർത്തിക്കൊണ്ട്, തൻ്റെ വിശാലമായ ഫണം വിടർത്തിക്കൊണ്ട് അവനെങ്ങനെ വെല്ലുവിളിയോടുകൂടി ഉയർന്നു നിന്നു. The mongoose bushed his tail, the long hair on his spine stood up. In the past, the very thickness of his hair had saved him from the bites that would have been fatal to others. മംഗൂസ് ഒട്ടും പിറകോട്ടല്ലായിരുന്നു. He bushed his tail, bushed, spread out, വിടർത്തുക, tail, വാലുകളൊക്കെ ഇങ്ങനെ വിടർത്തി, വാലിലെ രോമമൊക്കെ ഇങ്ങനെ വിടർത്തി നിർത്തി. The long hair on his spine stood up, spine നട്ടല്, അപ്പോൾ അവൻ്റെ പിറകിലെ നട്ടലിനോട് ചേർന്ന് നിന്നിരുന്ന ഹെയർ, രോമങ്ങളെല്ലാം സ്റ്റുഡപ്പ്, ഇങ്ങനെ എണീറ്റ് നിന്നു. ഇവിടെ നമ്മൾ ഒരു ഹിൻഡ് പാരഗ്രാഫിൻ്റെ ബ്രാക്കറ്റ് പറയുന്നുണ്ട്. ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ, നല്ല കട്ടിയുള്ള രോമമായിരുന്നു മംഗൂസിന്. അതുകൊണ്ട് തന്നെ ദ ഫെയ്റ്റൽ, മറ്റുള്ളവർക്ക് ഫെയ്റ്റൽ, മരണത്തിന് കാരണമാവുന്ന പാമ്പിൻ്റെ ബൈറ്റ്, കടിയിൽ നിന്ന് ഒരു പക്ഷേ മംഗൂസിനെ രക്ഷപ്പെടുത്തുന്നത് അതിൻ്റെ ആ നല്ല തിക്കായിട്ട് വളർന്നു നിൽക്കുന്ന അതിൻ്റെ ഹെയറാണ്. ഇവിടെ ഈ പാരഗ്രാഫിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള
കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ക്ലവർ, കൗശലം, സൂത്രം, അഗ്രസീവ്, ആക്രമണ സ്വഭാവം, സ്വിഫ്റ്റ്ലി, അതിവേഗം, സാക്സ്, സഞ്ചി, ഫാങ്സ്, വിഷപ്പല്ല്, വെനം, വിഷം, ഡെഫിയൻസ്, വെല്ലുവിളി, ഡാർട്ടിംഗ്, കുതിക്കുക, ഹുഡ്, ഫണം, പാമ്പിൻ്റെ പത്തി, സ്പെക്ടക്കിൾഡ്, കണ്ണട ധരിച്ച പോലെ നിൽക്കുക, ബുഷ്ഡ്, സ്പ്രെഡ് ഔട്ട്, വിടർത്തുക, സ്പൈൻ, നട്ടെല്ല്. നെക്സ്റ്റ് പാര. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. The combatants were unaware of my presence in the banyan tree. ആൽമരത്തിന് മുകളിലിരിക്കുന്ന എൻ്റെ പ്രസൻസ്, എൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ആ കോമ്പാറ്റൻസ്, ആ പോരാളികൾ അൺഅവെയർ, അവർക്ക് എൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് അറിവില്ലായിരുന്നെങ്കിലും they soon become aware arrival to other spectators. എങ്കിൽ 2 സ്പെക്ടേറ്റേഴ്സ്, 2 കാഴ്ചക്കാർ അവിടെ എത്തി. അവരെക്കുറിച്ച് അവർ ബോധവാന്മാരായിരുന്നു. One was a myna and other jungle crow, not the willy urban crow. One was a myna, അതിൽ ഒരു പ്രേക്ഷകൻ ഒരു മൈനയായിരുന്നു, മറ്റത് ഒരു ജംഗിൾ ക്രോ, ഒരു കാക്കയാണ്. നോട്ട് എ വില്ലി അർബൻ ക്രോ, നഗരത്തിൽ കാണുന്ന വില്ലി സൂത്രശാലിയായിട്ടുള്ള കാക്കയല്ല. എ ജംഗിൾ ക്രോ, കാട്ടുവാസിയായിട്ടുള്ളൊരു കാക്കയാണ്. ദേ ഹാഡ് സീൻ ദീസ് പ്രിപ്പറേഷൻ ഫോർ ദ ബാറ്റിൽ, യുദ്ധത്തിന് വേണ്ടിയുള്ള ഈ പ്രിപ്പറേഷൻ, ഈ തയ്യാറെടുപ്പ് അവർ കണ്ടു. ആൻഡ് ഹാഡ് സെറ്റിൽഡ് ഓൺ ദ കാക്ടസ് ടു വാച്ച് ദ ഔട്ട്കം, ഈ യുദ്ധത്തിൻ്റെ ഔട്ട്കം, അനന്തരഫലം എന്താണെന്ന് കാണാൻ വേണ്ടി ദേ സെറ്റിൽഡ് ഓൺ ദ കാക്ടസ്, അവർ 2 പേരും ആ കാക്ടസ്, ആ കള്ളിമുൾച്ചെടിയിൽ വന്നിരുന്നു. ഹാഡ് ദേ ബീൻ കണ്ടന്റ് ഓൺലി ടു വാച്ച്, ഓൾ വുഡ് ഹാവ് ബീൻ വെൽ വിത്ത് ബോത്ത് ഓഫ് ദം. ആ 2 പേർക്ക് ഒരേ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണോ അവിടെ സംഭവിക്കുന്നത്, അതിൻ്റെ ഫലം എന്താണെന്ന് അറിയുക എന്ന് മാത്രമായിരുന്നു. നെക്സ്റ്റ് പാര. ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്, swaying slowly from side to side, trying to mesmerize the mongoose its move. Cobra stood on the defensive, പ്രതിരോധത്തിലൂന്നിക്കൊണ്ട്, എതിർക്കുക, പ്രതിരോധിക്കുക എന്നുള്ള നിലയിൽ കോബ്ര അങ്ങനെ നിന്നു. swaying slowly from side to side, ഇരുവശങ്ങളിലേക്കുമായി സ്ലോലി, പതുക്കെ ഇങ്ങനെ swaying, ചാഞ്ഞുകൊണ്ട്, അങ്ങനെ ഉലഞ്ഞുകൊണ്ട്. trying to mesmerize the mongoose, മംഗൂസിനെ, കീരിയെ മെസ്മറൈസ് ചെയ്യുക, മോഹിപ്പിക്കുക, അട്രാക്റ്റ് ചെയ്യുക, വശീകരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്തു? മാർക്കിംഗ് ഫാൾസ് മൂവ്, അല്ലേ, തെറ്റായതുണ്ട്, തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള നിലയിൽ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നു പാമ്പ്. ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പണൻ്റ് ഗ്ലാസി അൺവിങ്കിങ് ഐസ് ആൻഡ് റിഫ്യൂസ്ഡ് ടു മീറ്റ് ദം. ബട്ട് ദ മംഗൂസ് ന്യൂ, പക്ഷേ മംഗൂസിന് അറിയായിരുന്നു, ദ പവർ ഓഫ് ഹിസ് ഒപ്പണൻസ് ഗ്ലാസി അൺവിങ്കിങ് ഐസ്, തൻ്റെ ഒപ്പണൻറ്റിൻ്റെ, തൻ്റെ ശത്രുവിൻ്റെ പവർ, കരുത്തൻ മംഗൂസിന് അറിയാമായിരുന്നു. ഗ്ലാസി അൺവിങ്കിങ് ഐസ്, ആ തിളക്കമാർന്ന ശരീരവും, അൺവിങ്കിങ് ഐസ്, ഇമ ചിമ്മാത്ത കണ്ണുകൾ, കൺപോളകളില്ലാതെ ഇമ ചിമ്മാത്ത കണ്ണുകളും. ആൻഡ് റിഫ്യൂസ് ടു മീറ്റ് ദം, അല്ലേ, അവയെ എന്ത് ചെയ്യുക? നേരിടാൻ കഴിയാത്ത തൻ്റെ ആ ഭാവം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു, അല്ലെങ്കിൽ ആ കീരിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു തൻ്റെ ഓപ്പണൻ്റ്, തൻ്റെ ശത്രുവിൻ്റെ ആ കരുത്ത് എന്താണെന്ന്. ഇൻസ്റ്റഡ് ഹീ ഫിക്സഡ് ഹീസ് ഗെയ്സ് അറ്റ് ദ പോയിൻ്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ്. പകരം മംഗൂസ് എന്ത് ചെയ്തു? ഗെയ്സ് അറ്റ് ദ ഫിക്സഡ് പോയിൻ്റ്, ഒരു കൃത്യമായ സ്ഥലത്ത് തന്നെ എങ്ങനെ എന്ത് ചെയ്തു? ഇമ ചിമ്മാതെ അറ്റ് എ ഫിക്സഡ് പോയിൻ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ്, ആ മൂർഖൻ്റെ പത്തിക്ക് താഴെ മാത്രം എന്ത് കേന്ദ്രീകരിച്ചുകൊണ്ട്, അവനെങ്ങനെ എന്ത് ചെയ്തു? ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ടു ഓപ്പൺ ദ അറ്റാക്ക്, ആക്രമണം ആരംഭിച്ചു. കൃത്യമായിട്ടൊരു എയിമോട് കൂടി മംഗൂസ് ഓപ്പൺ ദ അറ്റാക്ക്, ആക്രമണം ആരംഭിച്ചു. നെക്സ്റ്റ് പാര. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി until he was just within the cobra's reach, he made a feint to one side. Moving forward quickly
അതിവേഗം മുന്നോട്ട് കുതിച്ചു. അണ്ടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ കോബ്രാസ് റീച്ച്. അണ്ടിൽ അതുവരെ, ടു കോബ്രാസ് റീച്ച്, മൂർഖന് എത്തുന്ന മൂർഖൻ്റെ അടുത്തുവരെ വളരെ പെട്ടെന്ന് മുന്നോട്ട് കുതിച്ചെത്തി. ഹി മെയ്ഡ് എ ഫെയിൻഡ് ടു വൺ സൈഡ്. ഫെയിൻഡ്, പ്രിട്ടൻറ്റേനിയസ്, ഡിസെപ്റ്റീവ്. അപ്പോൾ ഒരു കപട മൂവ്മെൻറ്റ് അല്ലേ, ഒരു പ്രിട്ടൻഡ്, നടിക്കുക, ഒരു അഭിനയിക്കുക, ഒരു സൈഡിലേക്ക് എന്ത് ചെയ്യുന്ന പോലെ, വശത്തേക്ക് ചായുന്ന പോലെ അഭിനയിച്ചു. ഇമ്മീഡിയറ്റ്ലി, അപ്പം തന്നെ, പെട്ടെന്ന് തന്നെ, ദ കോബ്ര സ്ട്രക്ക്, പാമ്പ് മൂർഖന കീരിയെ സ്ട്രക്ക്, ആഞ്ഞു കൊത്തി. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി. മൂർഖൻ്റെ ഗ്രേറ്റ് ഹുഡ്, ആ വലിയ ഫണം, കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി, അതിവേഗം താഴോട്ട് ആഞ്ഞു വന്നു. ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്. ഇത് കണ്ടപ്പോൾ ഞാൻ കരുതി മംഗൂസ് ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് കരുതി. ബട്ട് ദ ലിറ്റിൽ ഫെലോ ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്. പക്ഷെ കൗശലക്കാരനായ ആ ചെറിയ വ്യക്തിയുണ്ടല്ലോ, ആ കീരി, ഈ ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്, മറ്റൊരു ദിശയിലേക്ക് വളരെ എളുപ്പത്തിൽ അവൻ എന്ത് ചെയ്തു, ജംപ്ഡ്, ചാടി മാറി. ഡാർട്ടിങ് ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര, കോബ്രയെപ്പോലെ, മൂർഖനെ പോലെ സ്വിഫ്റ്റ്ലി, അതിവേഗം അവനും മുന്നോട്ട് കുതിച്ചു. ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ബാക്ക്, ഡാർട്ടിങ് അവേ, അതിവേഗം മുന്നോട്ട് ചാടി. ആൻഡ് ബൈറ്റിംഗ്, കടിക്കുകയുണ്ടായി. സ്നേക്ക് ഓൺ ദ ബാക്ക്, ആ മൂർഖൻ്റെ പിറകിലേക്ക് ചാടി. മൂർഖൻ്റെ പിറകിൽ അവൻ അതിവേഗം എന്ത് ചെയ്തു, ബൈറ്റിംഗ്, കടിച്ചു. നെക്സ്റ്റ് പാര. ദ മൊമെന്റ് ഓഫ് ദ കോബ്ര സ്ട്രക്ക്, ദ ക്രോ ആൻഡ് മൈന ഹേൾഡ് ദംസെൽഫ് at him, only to collide heavily in mid-air. Shrieking at each other, they returned to the cactus plant. The moment the cobra struck, മൂർഖൻ struck, കൊത്തിയ ആ നിമിഷത്തിൽ, the crow and myna hurled themselves at him. മൂർഖനെതിരെ അവിടെ കാഴ്ചക്കാരായി ഉണ്ടായിരുന്ന ക്രോയും മൈനയും, ആ കാക്കയും മൈനയും, ഹേൾഡ് അല്ലെ, മുന്നോട്ട് കുതിക്കുക, ഹേൾഡ് themselves, അവരും ആ പാമ്പിന് നേരെ, മൂർഖന് നേരെ കുതിച്ചെത്തി. ഒള്ളി ടു കൊളൈഡ് ഹെവിലി ഇൻ ദ മിഡ് എയർ. പക്ഷേ അന്തരീക്ഷത്തിൽ വെച്ച് അവർ രണ്ടുപേരും എന്ത് ചെയ്തു, കൊളൈഡ്, കൂട്ടിയിടിച്ചു. ഷ്രീക്കിംഗ് അറ്റ് ഈച്ച് അതർ, പരസ്പരം കരഞ്ഞുകൊണ്ട്, ഞരങ്ങിക്കൊണ്ട്, ദ റിട്ടേൺഡ് ടു ദ കാക്ടസ് പ്ലാന്റ്. ആ രണ്ട് പക്ഷികളും ആ കള്ളിമുൾച്ചെടിയിലേക്ക് തന്നെ തിരിച്ചുപോയി. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസ്റ്റൻഡ് us back. ഫ്യൂ ഡ്രോപ്സ്, കുറച്ച് രക്തത്തുള്ളികൾ, ഗ്ലിസ്റ്റൻഡ്, തിളങ്ങി, ഷൈൻ ഓൺ ദ കോബ്രാസ് ബാക്ക്. മൂർഖൻ്റെ പുറത്ത് രക്തത്തുള്ളികളുടെ തിളക്കം കാണാമായിരുന്നു. ദ കോബ്ര സ്ട്രക്ക് അഗെയിൻ ആൻഡ് മിസ്ഡ്. ദേഷ്യം വന്ന കോബ്ര, മൂർഖൻ, വീണ്ടും ആഞ്ഞു കൊത്തി, ബട്ട് മിസ്ഡ്. പക്ഷെ കൗശലക്കാരനായ കീരിയെ കിട്ടിയില്ല. അവൻ അതിൽ നിന്നും രക്ഷപ്പെട്ടു. എഗെയിൻ ദ മംഗൂസ് സ്പ്രാങ് അസൈഡ്, ജംപ്ഡ് ഇൻ ആൻഡ് ബൈറ്റ്. വീണ്ടും കീരി അവന് ഇരതേടി, സ്പ്രാങ് അസൈഡ്, പാമ്പിന് ചുറ്റും ഇങ്ങനെ ഇരതേടി നടന്നു. ജംപ്ഡ്, ഇടയ്ക്കിടയ്ക്ക് പാമ്പിൻ്റെ മുകളിലേക്ക് ജംപ്ഡ്, ചാടി വീണു. ആൻഡ് ബൈറ്റ് ഇറ്റ്, അതിൻ്റെ പിറകിൽ ആഞ്ഞ് കടിച്ചു. എഗെയിൻ ദ ബേർഡ്സ് ഡൈവ്ഡ് അറ്റ് ദ സ്നേക്ക്. പാമ്പ് കൊത്തുമ്പോഴെല്ലാം ആ പക്ഷികൾ ആ പാമ്പിന് നേരെ ഡൈവ്ഡ്, ചാടി വീണു. ബംപ്ഡ് ഇൻ ടു ഈച്ച് അതർ, പക്ഷേ പരസ്പരം അവരെന്ത് ചെയ്തു, ബംപ്ഡ്, കൂട്ടിയിടിച്ചു. റിട്ടേൺഡ് ഷ്രീക്കിംഗ് ടു സേഫ്റ്റി ഓഫ് ദ കാക്ടസ്, സ്വന്തം സുരക്ഷിതത്വം ഓർത്ത് കരഞ്ഞുകൊണ്ടവർ ആ കള്ളിയുടെ മുകളിലേക്ക് തിരിച്ചുപോയി. ഹായ് ഫ്രണ്ട്സ്, ഈ പാഠഭാഗത്തിൻ്റെ അവസാന പാർട്ടുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.